മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് ഇന്ന് നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള പ്രതിഷേധ മാർച്ചും ഉണ്ടാവുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. നാളെ സമാന വിഷയത്തിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കനക്കുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് പ്രതിരോധിക്കാൻ DYFI പ്രവർത്തകരും രംഗത്തുണ്ട്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്നലെ വന്ന വാർത്ത സംസ്ഥാനത്തുടനീളം തല്ലുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ കൊല്ലത്ത് വലിയ തോതിൽ പ്രതിരോധിച്ചു. കൊല്ലത്ത് എതിരെ അടിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. കൊല്ലം ചിന്നക്കട നഗരമൊക്കെ സ്ഥലമൊക്കെ അരമണിക്കൂറോളം സംഘർഷഭരിതമായിരുന്നു. ഇന്നലെ രാത്രി യുവമോർച്ചയുമായുള്ള DYFIയുടെ ഏറ്റുമുട്ടലും നമ്മൾ കണ്ടു. കൊല്ലം വിട്ട് തിരുവനന്തപുരത്തേക്ക് നവകേരള സദസ്സ് നടക്കുമ്പോൾ കൊല്ലത്ത് ഇന്നിനിയും പ്രതീക്ഷിക്കണോ? ഒപ്പം തിരുവനന്തപുരത്തെ പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘർഷഭരിതമായ ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിലാകെ തന്നെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ തെരുവിലേറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആദ്യം പോലീസ് ലാത്തിചാർജ് അത് വലിയ തോതിൽ വിവാദമായി ഉയർന്നു വന്നിരുന്നു. പിന്നീട് DYFI പ്രവർത്തകർ തന്നെ ഇങ്ങനെ കരിങ്കൊടി കാണിക്കുന്നവരെ തടയുന്നതിന് വേണ്ടി തെരുവിലേക്കെത്തി. അപ്പോഴെല്ലാം ഈ കരിങ്കൊടി പ്രതിഷേധവുമായി ഒതുങ്ങി നിന്നിരുന്ന യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് പ്രവർത്തകരോ KSU പ്രവർത്തകരോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിലാണ് ഇന്നലെ രാത്രി രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കടപ്പാക്കടയിൽ യുവമോർച്ച പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. അവിടെ യുവമോർച്ച പ്രവർത്തകർ കയ്യിലുണ്ടായിരുന്ന വടികൾ കൊണ്ട് DYFI പ്രവർത്തകരെ മർദ്ദിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ ഈ സമീപകാലത്തെ കേരള രാഷ്ട്രീയത്തിലുള്ള യാത്രകൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്ര, ഇതിനു മുൻപ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പിന്നീടുമൊക്കെയും യാത്ര ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ യാത്ര, രമേശ് ചെന്നിത്തലയുടെ യാത്ര, VM സുധീരൻ്റെ യാത്ര, ഇങ്ങനെ പല യാത്രകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഘർഷഭരിതമായ ഇത്രയും അധികം ആളുകൾ അല്ലെങ്കിൽ വിവിധ പാർട്ടികളുടെ പ്രവർത്തകർ റോഡിൽ ഏറ്റുമുട്ടുന്ന, പൊതുനിരത്തിൽ ഏറ്റുമുട്ടുന്ന, തമ്മിൽ തല്ലുന്ന ഒരു യാത്ര അതൊരു പക്ഷേ ഈ കേരള ചരിത്രത്തിൽ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു യാത്രയാണ്. ഏതായിരുന്നാലും ഈ നവകേരള സദസ്സ് ആരംഭിച്ച് യാത്ര പുറപ്പെട്ടത് മുതൽ തന്നെ ഇങ്ങനെയുള്ള ഏറ്റുമുട്ടലിൻ്റെ വാർത്തകൾ അല്ലെങ്കിൽ പോലീസ് ലാത്തിചാർജിൻ്റെ വാർത്തകൾ ഒക്കെയും നിറയുന്ന ഒരു സാഹചര്യമാണ്. ഏതായിരുന്നാലും ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് യാത്ര കടക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വൈകിട്ടോടുകൂടി പ്രവേശിക്കും. 3 ദിവസമാണ്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം നടത്തുക. ഏറ്റവും ഒടുവിൽ വട്ടിയൂർക്കാവിലാണ് സമാപനം ശനിയാഴ്ച. രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ കൊല്ലത്ത് ഇതിൻ്റെ ഒരു ബാക്കി പത്രം ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പ്രവേശിക്കുമ്പോൾ ഏതായിരുന്നാലും പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പോലീസ് അതിനെ ചെറുക്കുമെന്ന കാര്യം വ്യക്തമാണ്. DYFI പ്രവർത്തകർ കൂടുതലായി അണിനിരന്ന് യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് തെരുവിലേക്ക് എത്തുകയും പ്രതിഷേധക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ വീണ്ടും അതൊരു സംഘർഷത്തിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. ഏതായിരുന്നാലും അടിമുടി സംഘർഷം നിറഞ്ഞ ഒരു യാത്രയായി ഇത് മാറിയിരിക്കുന്നു എന്നത് പറയാതെ തരമില്ല. അതേസമയം തന്നെ മുഖ്യമന്ത്രി കൃത്യമായി ഇടതുമുന്നണിക്ക് പറയേണ്ട രാഷ്ട്രീയം അല്ലെങ്കിൽ ജനങ്ങളോട് സംവദിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഈ യാത്രയുടെ സാങ്കത്യം തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പ്രതിപക്ഷവും കൊണ്ടുപോകുന്നു, BJP കൊണ്ടുപോകുന്നു. ഒരു ഘട്ടം വരെ, അതായത് ഈ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലൊന്നും BJPയോ യുവമോർച്ചയോ ഒരു പ്രതിഷേധവുമായി എത്തിയിരുന്നില്ല. തെക്കൻ ജില്ലകളിൽ പ്രവേശിച്ച് ഏറ്റവും ഒടുവിൽ ഈ കൊല്ലം മുതൽ ഇങ്ങോട്ടാണ് യുവമോർച്ച ഒക്കെയും വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അതുവരെ യുവമോർച്ചയൊക്കെയും നിശബ്ദമായിരുന്നു. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. BJP യുവമോർച്ച പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടുകൂടി യാത്രയ്ക്കെതിരെ വരുന്നതിന് കാരണം SFI ഇപ്പോൾ ഗവർണറെ കരിങ്കൊടി കാണിക്കുകയും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ യാത്ര മാത്രവുമല്ല, ഗവർണർ എടുക്കുന്ന നിലപാട് കൂടി രംഗം ചൂടുപിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംഘർഷങ്ങളെല്ലാം ചേർത്താണ് നമുക്ക് മുന്നിലേക്ക് ദൃശ്യങ്ങൾ വരുന്നത്, വാർത്തകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര മാത്രമായി നമ്മൾ ചുരുക്കേണ്ടതില്ല. ഗവർണറുടേതായ സംഭാവനകളും വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായും രംഗം ചൂടുപിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളിൽ ലാത്തിചാർജുകളും ഒരു വശത്ത് നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അംഗരക്ഷകർക്കെതിരെയുള്ള പരസ്യമായ പ്രതിഷേധം, ഒരുപക്ഷെ ഗൺമാനോ അല്ലെങ്കിൽ ബോഡി ഗാർഡിനൊക്കെയോ എതിരെയുള്ള പരസ്യമായ പ്രതിഷേധങ്ങൾ തുടരെ ഉണ്ടാകുന്ന രീതി, അവരുടെയൊക്കെ വീടുകളിലേക്ക് മാർച്ച് നടക്കുന്ന
ഒപ്പമാണ് വിനോദ ഇന്നത്തെയും നാളത്തെയും ഇന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മർദ്ദനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്ന പശ്ചാത്തലമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ഒപ്പം നാളെ KSU പ്രവർത്തകരും DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. അങ്ങനെ നവകേരള യാത്ര സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക്, കൂടുതൽ പ്രതിരോധത്തിന് യൂത്ത് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളതും വരും ദിവസങ്ങളെ സംഘർഷഭരിതമാക്കിയേക്കാം. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വശത്തുള്ള സമരം. യാത്രയ്ക്കെതിരെ യുവമോർച്ച പ്രവർത്തകരും രംഗത്ത് കൂടുതലായി എത്തുന്നു. സ്വാഭാവികമായും കൂടുതൽ പ്രതിഷേധക്കാരെ യാത്ര നേരിടേണ്ട ഒരു സാഹചര്യം അതുതന്നെയാണ് നമ്മൾ ഈ ആദ്യം മുതൽ പറയുന്നത്. ഒരു തല്ലുമാല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് യാത്ര മാത്രവുമല്ല, ഗവർണർ സെനറ്റിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തതിൻ്റെ അത് എങ്ങനെയാണ് ആ ലിസ്റ്റ് വന്നതെന്ന സർക്കാരിൻ്റെ ചോദ്യം, അതിന് രാഷ്ട്രപതിക്ക് താൻ മറുപടി പറഞ്ഞുകൊള്ളാമെന്ന ഗവർണറുടെ മറുപടി. അത് ശരിയാണോ? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു അസംബ്ലി ഉള്ളപ്പോൾ അവരുടെ വിവേചനാധികാരത്തിൽ വരുന്ന പല കാര്യങ്ങളിലേക്കും ഗവർണർ കടന്നു കയറുന്നുവെന്ന വികാരം, അതിനൊപ്പം തന്നെ KPCC അധ്യക്ഷൻ, അങ്ങനെ സംഘപരിവാറിൻ്റെ ആളുകളും വന്നാൽ കുഴപ്പമില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം, അങ്ങനെ ചിരപരിചിതമല്ലാത്ത ചില സാഹചര്യങ്ങളും പ്രസ്താവനകളും രാഷ്ട്രീയ അന്തരീക്ഷവും എല്ലാം കൂടി ആകെ കൂടി കേരളത്തിൽ ഒരു സംഘർഷ സ്ഥിതി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പറയാതെ തരമില്ല. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ, അതായത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ പ്രതിഷേധവും കൂടുതൽ കടുക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൂടുതൽ കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടാകും, അതിനെ ചെറുക്കാനുള്ള നടപടികളുണ്ടാകും. അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒരു വശത്ത് ഗവർണറും നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവർണർ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് വലിച്ചു കെട്ടിയിട്ടുള്ള ബാനറുകളെല്ലാം മാറ്റണമെന്ന് VC-യോട് ആവശ്യപ്പെട്ടിരുന്നു. സർവകലാശാല രജിസ്ട്രാർക്ക് അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒഴിവാക്കിയാലും SFI വീണ്ടും ബാനർ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ആ തരത്തിൽ വലിയ തോതിലുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഘർഷങ്ങളും ഒക്കെയും നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മാത്രവുമല്ല, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെ മുന്നണികൾ മുന്നോട്ട് പോകും. അവിടെ ഈ യാത്രയ്ക്കും ഇപ്പോൾ ഗവർണർ എടുക്കുന്ന നിലപാടുകൾക്കും ഇപ്പോൾ ഉയർന്നു വരുന്ന സമരങ്ങൾക്കുമെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടി നമ്മളിത് കാണേണ്ടതുണ്ട്. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുണ്ട്. അവിടെയാണ് ഈ യാത്രയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നതും. സർക്കാരിൻ്റെ നയപരിപാടികൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല ഈ യാത്ര, മറിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം ഏതായാലും പരസ്പരം ഏറ്റുമുട്ടലാണ് യൂത്ത് കോൺഗ്രസും DYFIയും സംസ്ഥാനത്തുടനീളം. ഇന്നലെ യുവമോർച്ച കൂടി ഇതിന്റെ ഭാഗമാകുമ്പോൾ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നുണ്ട്. ഒപ്പം SFIയുടെ